ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷിനെ കാണാനായി നീതു കടയിലേക്ക് വന്നിരിക്കുകയാണ്. നീതുവിനെ കണ്ട് സന്തോഷത്തോടുകൂടി പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരീഷ് ചോദിക്കുന്നു, ഇപ്പൊ എന്തിനാ വന്നത്? ബ്രേക്കപ്പ് ആയി എന്നൊക്കെ പറഞ്ഞു പോയതല്ലേ? നീതു പറയുന്നു, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതാ തെറ്റായി പോയത്. എന്റെ പിന്നാലെ എത്ര പേര് നടന്നതാ, ഞാൻ അവരെ ഒന്നും നോക്കുപോലും ചെയ്യാതെ ഞാൻ നിന്റെ പിന്നാലെ വന്നതല്ലേ, എനിക്ക് ഇത് തന്നെ വേണം. ഇപ്പൊ എന്തിനാ വന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, ഞാൻ കുറെ നാളായിട്ട് ഇവിടോട്ട് വന്നിരിക്കുന്ന ആളല്ലേ. ഫോൺ എടുത്തു നോക്കിയപ്പോൾ ടൈപ്പിക്കുന്നു കണ്ടു, മെസ്സേജ് ഒന്നും വന്നുമില്ല, അതാ എന്താന്നറിയാൻ വേണ്ടി വന്നത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, ആദ്യം ഞാൻ ഇവക്ക് അയച്ച മെസ്സേജ് ഒന്നും അല്ല, വേറൊരാൾക്ക് മെസ്സേജ് അയച്ചതാ, മാറിപ്പോയതാ. അപ്പൊ എനിക്ക് അയച്ച മെസ്സേജ് അല്ലേ എന്ന് ചോദിച്ച് നീതു ഹരീഷിനെ അടിക്കുകയാണ്. കയ്യിൽ കയറി പിടിച്ച് ഹരീഷ് പറയുന്നു, വേദനിക്കുന്ന നീതു, എനിക്ക് അയക്കാതെ വേറെ ആർക്കാ മെസ്സേജ് അയച്ചെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, നീ ബ്രേക്കപ്പ് ആയെന്ന് ഇറങ്ങി പോയതല്ലേ. അപ്പൊ നീതു പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ ഉടനെ ഞാനങ്ങ് പോയെന്ന് വിചാരിച്ചോ? സത്യം പറ, നീ ആർക്കാ മെസ്സേജ് അയച്ചത്? അപ്പൊ ഹരീഷ് പറയണ, അത് വേറൊരു പെണ്ണിനെ അയച്ചതാ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അവിടെ ഇരിക്കുന്ന കസേര എടുത്ത് ഹരീഷിനെ അടിക്കാനായി വരികയാണ് നീതു. കസേരയിൽ കയറി പിടിച്ച് ഹരീഷ് പറയുന്നു, അയ്യോ തല്ലല്ലേ, ഞാൻ വേറെ ആർക്കും അല്ല അയച്ചത്, നിനക്ക് അയക്കാൻ വേണ്ടി തന്നെ ടൈപ്പ് ചെയ്ത്. നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് പോയതല്ലേ, പിന്നെന്താ വന്നേ? അപ്പൊ നീതു പറയണ, അങ്ങനെ പോയപ്പോ അങ്ങനെ അങ്ങ് വിട്ടു കളഞ്ഞല്ലേ, ശരിക്കും പോയതല്ലേ? അപ്പൊ നീതു പറയണ, പോകണമെന്ന് വിചാരിച്ചാ പോയത്, പക്ഷെ പറ്റുന്നില്ല. പുഞ്ചിരിച്ച് ഹരീഷ് പറയണ, അതെനിക്കറിയാലോ. അപ്പൊ നീതു പറയണ, ഒട്ടും താണു തരരുത് കേട്ടോ, ഞാൻ പോവാണെന്ന് പറഞ്ഞു പോയാൽ വന്ന് എന്നെ ഒന്ന് സമാധാനിപ്പിച്ചൂടെ? ആ മെസ്സേജ് എന്താ ടൈപ്പ് ചെയ്തേ? ഒന്ന് പതറി ഹരീഷ് പറയുകയാണ്, വേണ്ടപ്പെട്ടവളായി പോയില്ലേ, സുഖമാണോന്നാ ടൈപ്പ് ചെയ്ത്. പുഞ്ചിരിച്ച് നീതു പറയണ, അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അത് പുറമെ കാണിക്കാൻ എന്താ നിനക്ക് പ്രശ്നം? ചായയും വടയും വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞ ടിറ്റുയെയും ചന്തുവിനെ അവിടെ ഒന്ന് പറഞ്ഞു വിട്ട് സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയാണ് ഹരീഷും നീതുവും. തുടർന്ന് രാത്രി ഹാളിലേക്ക് വന്ന നിധി ചുറ്റും നോക്കി സുധീഷിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, ഇതെന്താ അടുത്തൊക്കെ വന്നിരിക്കുന്നത്, ഇവിടെ ആണെങ്കിൽ ആരുമില്ല. നിധി ചോദിക്കുന്നു, സുധീഷ് ഗോപി സാറ് വിളിച്ചായിരുന്നോ? ഗോപി സാറോ? അതാരാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ആ കോൺസ്റ്റബിള് നമ്മുടെ കല്യാണം നടത്തി തന്നില്ലേ, ആ കോൺസ്റ്റബിൾ ഗോപി. ഗോപി സാറ് സുധീഷിനെ വിളിച്ചായിരുന്നോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇല്ല, എന്നെ ആരും വിളിച്ചില്ല. നിധി എന്തിനാ വിളിച്ചത്? നിധിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നിധി പറയണ, അങ്ങനെയൊന്നുമില്ല, ഗോപി സാറിനെ ഇപ്പം രണ്ടാമത്തെ തവണ വിളിച്ചത്. നമ്മള് നേരത്തെ ഡിവോഴ്സിനായി അഡ്വക്കേറ്റിനെ കാണാൻ പോയപ്പോൾ ഒരു തവണ എന്നെ വിളിച്ചായിരുന്നു. ഇപ്പൊ വീണ്ടും ഡിവോഴ്സിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തതും ഉടനെ എന്നെ വിളിച്ചിരിക്കുന്നു. അതാ സുധീഷിനെ വിളിച്ചോന്ന് ചോദിച്ചത്. ഇല്ല, ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ സുധീഷ് ഫോൺ എടുത്ത് നോക്കുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, എനിക്ക് അങ്ങനെയുള്ള ഒരു കോളും വന്നിട്ടില്ല. ശരി, ഗോപി സാർ എന്താ പറഞ്ഞത്? അപ്പൊ നിധി പറയണ, എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നത്? നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയാണോ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ കല്യാണം നടത്തി തന്നത്? ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല, സമാധാനമായിട്ട് പോകണമെന്നൊക്കെ കർശനമായി പറഞ്ഞിരിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാ സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, അതെ സുധീഷ്, ഒരു പോലീസുകാരൻ എന്തിനാ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ കല്യാണം നടത്തി തന്നു, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ജീവിക്കുന്നുണ്ടോ അതോ ഡിവോഴ്സ് ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ എന്തിനാ അവരന്വേഷിക്കുന്നേ? അങ്ങനെ അന്വേഷിക്കാതിരിക്കുമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, അങ്ങനെയൊന്നും അന്വേഷിക്കില്ല സുധീഷ്, എനിക്ക് ചില ഡൗട്ടുകളുണ്ട്. നമ്മൾ ഡിവോഴ്സ് പ്രൊസീജ് ചെയ്ത കാര്യം ഗോപി സാറിനോട് ആരാ പറഞ്ഞത്? സുധീഷ് മനസ്സിൽ പറയണ, ആരായിരിക്കും പറഞ്ഞിരിക്കുന്നത്? എന്നെ കണ്ടുപിടിക്കുവോ? സംശയത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, സുധീഷാണോ ഗോപി സാറിനോട് പറഞ്ഞത്? അപ്പൊ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, ഞാൻ എന്തിനാ പറയുന്നേ? ഞാൻ പറഞ്ഞാൽ നിധിയെ വഴക്ക് പറഞ്ഞതുപോലെ എന്നെയും വഴക്ക് പറയില്ലേ? ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നേ? അപ്പൊ നിധി ചോദിക്കാണ്, നമ്മൾ ആരും പറയാതെ ഗോപി സാറ് പിന്നെ എങ്ങനെ അറിഞ്ഞത്? അപ്പൊ സുധീഷ് പറയണ, ഒരുപക്ഷെ കോടതിയിൽ നിന്നും വിളിച്ചു പറഞ്ഞതായിരിക്കും. അപ്പൊ നിധി ചോദിക്കാണ്, സുധീഷ് എന്ത് ലോജിക്കായത്? കോടതിയിൽ നിന്നും ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കോ? അപ്പൊ സുധീഷ് പറയണ, അത് ശരിയാ, അപ്പൊ കോടതിയിൽ നിന്നായിരിക്കത്തില്ല, നമ്മുടെ വക്കീല് വിളിച്ച് പറഞ്ഞതായിരിക്കും. ഒരു തവണ വക്കീല് പറഞ്ഞിട്ടല്ലേ ഗോപി സാറ് വിളിച്ചത്? നിധി ഇങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയിലുണ്ട്, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. എനിക്ക് തോന്നുന്നു വക്കീല് പറഞ്ഞതായിരിക്കുമെന്ന്. അപ്പൊ നിധി പറയുകയാണ്, അങ്ങനെയാണ് സുധീഷ് പറയുന്നത്, എങ്കിൽ ഞാൻ അഡ്വക്കേറ്റിനോട് തന്നെ ചോദിക്കാം. ടെൻഷനോട് കൂടി സുധീഷ് പറയുന്നു, നിധി വേണ്ട, രാത്രി സമയത്ത് എന്തിനാ അഡ്വക്കേറ്റിനെ വിളിക്കുന്നത്? ഉറങ്ങിക്കാണും. അപ്പൊ നിധി പറയുകയാണ്, അത് സാരമില്ല, ഇപ്പൊ അറിഞ്ഞില്ലെങ്കിൽ എന്റെ തല പൊട്ടും, ഞാൻ വിളിക്കുക. അങ്ങനെ നിധി വക്കീലിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, സുധീഷെ പിടിക്കപ്പെടുമെന്നാ തോന്നുന്നത്. വക്കീല് ഫോൺ എടുക്കുന്നില്ല. സമാധാനത്തോടു കൂടി സുധീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലേ നിധി, രാത്രി സമയത്ത് ഇങ്ങനെ വിളിക്കാൻ പാടില്ല. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അഡ്വക്കേറ്റ്. ഫോൺ അറ്റൻഡ് ചെയ്ത നിധി പറയണം, മാഡം എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞങ്ങളുടെ കല്യാണം പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ നടന്നതെന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞായിരുന്നല്ലോ. ഞങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം മാഡം സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തോ? ഞങ്ങൾ എന്തിനാ അവരെ ഇൻഫോം ചെയ്യുന്നതെന്ന് അഡ്വക്കേറ്റ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കണ, അപ്പൊ നിങ്ങൾ പറയില്ലേ? അഡ്വക്കേറ്റ് പറയുന്നു, അത് ഞങ്ങളുടെ ജോലിയല്ലല്ലോ. അപ്പൊ നിധി പറയണ, അതല്ല, വേറെ എന്തെങ്കിലും ഫോർമാലിറ്റീസോ റൂൾസോ ഒക്കെ ഉണ്ടോ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിച്ചവരായതുകൊണ്ട്
കോർട്ടിൽ നിന്നും ആ സ്റ്റേഷനിലേക്ക് അറിയിക്കോ ഡിവോഴ്സിന് അപ്ലൈ ചെയ്താൽ. ഇത് കേട്ട് അഡ്വക്കേറ്റ് പറയുകയാണ്, ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അങ്ങനെയുള്ള റൂൾസും ഫോർമാലിറ്റീസും ഒന്നുമില്ല. ഓക്കെ സോറി മാം, ഒന്ന് കൺഫേം ചെയ്തതാ. താങ്ക് യു മാം. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത നിധി പറയുകയാണ്, സുധീഷ് അഡ്വക്കേറ്റ് പറഞ്ഞിട്ടില്ല. പിന്നെ ആരായിരിക്കും പറഞ്ഞത്? സുധീഷ് പറയുകയാണ്, അതാ എനിക്കും അറിയാത്തത്. ഞാൻ വേണമെങ്കിൽ ഗോപി സാറിനെ വിളിച്ച് ചോദിക്കാം. നമ്പർ എന്റെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നിധി പറയണ, സുധീഷ് വിളിച്ച് ചോദിക്ക്. ആരാ പറഞ്ഞെന്നറിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടിയേനെ. അപ്പൊ സുധീഷ് പറയണ, നിധി അയാളൊരു പോലീസുകാരനല്ലേ, ഈ രാത്രിയിലൊക്കെ നമ്മളെങ്ങനെ വിളിക്കുക? ഞാൻ നാളെ നല്ലൊരു സമയം നോക്കി ഗോപി സാറിനെ വിളിക്കാം. നിധിയുടെ ഡൗട്ട് ഞാൻ തന്നെ ഗോപി സാറിനോട് പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് നോൺസെൻസാ ഗോപി സാറിനോട് പറയുന്നത്? നാളെ ഏതാ ആരാണെന്നുള്ളത് ഞാൻ തന്നെ നിധിയോട് പറയാം. ഇത് കേട്ട് നിധി ആലോചിച്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, വിശ്വസിച്ചു, ഇവിടുന്ന് എസ്കേപ്പ് ആകുന്നതാ നല്ലത്. നിധി എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. നിധി മനസ്സിൽ പറയുന്നു, ഗോപി സാറിനെ വിളിച്ച് ചോദിച്ചാലോ. അങ്ങനെ നിധി ഗോപിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു, സർ ഞാൻ നിധിയെ വിളിക്കുന്നത്. ഏത് നിധിന്ന് ഗോപി ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിരുന്നില്ലേ? ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ച് ഉപദേശിച്ചായിരുന്നു. ഇത് കേട്ട് ഗോപി പറയണോ, ഓ ആ നിധിയാണോ, പറയൂ എന്താ കാര്യം? നിധി ചോദിക്കുന്നു, സർ എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? കുറച്ച് അപ്പുറത്തായിട്ട് വന്ന ഗോപിയുടെ ഭാര്യ അവരെ ശ്രദ്ധിക്കുകയാണ്. ഗോപി പറയുന്നു, മീറ്റ് ചെയ്യാം, എന്താ കാര്യം? അപ്പൊ നിധി പറയുന്നു, സർ ഞാൻ നേരിൽ കാണുമ്പോ അത് പറയാം. അപ്പൊ ഗോപി പറയുന്നു, ശരി മോള് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി. അതോ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. അങ്ങോട്ടേക്ക് വന്നിട്ട് മോള് വിളിച്ചാൽ മതി, ഞാൻ സ്റ്റേഷനിൽ തന്നെ കാണും. അപ്പൊ നിധി പറയുന്നു, ഇല്ല സർ ഞാൻ സ്റ്റേഷനിലേക്ക് വരാം. അപ്പൊ ഗോപി പറയുന്നു, എങ്കിൽ മോള് സ്റ്റേഷനിലേക്ക് വാ, നമുക്ക് മീറ്റ് ചെയ്യാം. ശരി മോളെ എന്ന് പറഞ്ഞ ഗോപി ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുഭാഷും നികേഷും ഹരീഷും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ ഹാളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയാണ് സുധീഷ്. ഒരു സ്റ്റൂൾ എടുത്ത് വെച്ച് അതിന്റെ മുകളിലേക്ക് ഒരു വലിയ കേക്ക് കൊണ്ട് വെക്കുകയാണ്. താഴെ മറ്റൊരു ചെറിയ കേക്കും വെക്കുന്നു. ആ ചെറിയ കേക്കിൽ ലവ് ഒക്കെ ഉണ്ട്. വലിയ കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ നിധിന്നും ചെറിയ കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ ഡിയർന്നും എഴുതിയിരിക്കുന്നു. സമയമായല്ലോ എന്ന് പറഞ്ഞ് സുഭാഷിനെ തട്ടി ഉണർത്തുകയാണ് സുധീഷ്. ഉറക്കത്തിൽ സുഭാഷ് പറയുന്നു, എടാ അവിനാശ് ആ സിമന്റ് ചാക്കെല്ലാം എടുത്ത് അങ്ങോട്ട് വെക്ക്. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഇവിടെ എന്തിനാ ഇപ്പം സിമന്റ് ചാക്ക്? മേസ്തിരി തന്നെ, എഴുന്നേക്ക്. സുഭാഷ് ചോദിക്കുന്നു, നീ ആയിരുന്നോ? സ്വപ്നം കണ്ടതാ. അപ്പൊ സുധീഷ് പറയണ, അതെ സുഭാഷ് ഏട്ടാ സ്വപ്നമായിരുന്നു, എഴുന്നേക്ക്. എന്താടാന്ന് ചോദിച്ച് സുഭാഷ് ക്ഷീണത്തോടു കൂടി എഴുന്നേറ്റിരിക്കുമ്പോൾ നികേഷിനെയും ഹരീഷിനെയും തട്ടി ഉണർത്തുകയാണ് സുധീഷ്. സുഭാഷ് ചോദിക്കുന്നു, എടാ അവനെ എന്തിനാ വിളിക്കുന്നേ? എടാ മോനെ എഴുന്നേക്കടാന്ന് പറഞ്ഞ് നികേഷിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തുകയാണ് സുധീഷ്. ഹരീഷിനെ വിളിച്ചിട്ടൊന്നും ഉണരുന്നില്ല. ഹരീഷിന് ഒരു ചവിട്ട് കൊടുക്കുകയാണ്. എഴുന്നേറ്റിരുന്ന ഹരീഷ് വഴക്ക് പറയാനായി തുടങ്ങുമ്പോൾ മാ പൊത്തി പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, മിണ്ടരുത്. ഹരീഷ് ചോദിക്കുന്നു, ഉറങ്ങുമ്പോൾ എന്തിനാ വിളിച്ചത്? വേദനിക്കുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, വേദനിക്കട്ടെ എങ്കിലും നീ ഉറങ്ങാതെ ഇരിക്കൂ. ഹരീഷ് ചോദിക്കുന്നു, എന്തിനീ 12 മണിക്കൊക്കെ വിളിച്ചുണർത്തുന്നേ? അയ്യോ 12 ആയോ എന്ന് ചോദിച്ച് ഫോണിൽ നോക്കി സുധീഷ് പറയണ, 11:40 ആയതേ ഉള്ളൂ, ഇനി 20 മിനിറ്റ് ഉണ്ട്. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്തിനാ ഇങ്ങനെ വിളിച്ചുണർത്തി ടോർച്ചർ ചെയ്യുന്നത്? അപ്പൊ സുധീഷ് പറയണ, എടാ 12 മണി ആയി കഴിഞ്ഞാ പിന്നെ നിധിയുടെ ബർത്ത്ഡേയാ. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിയുടെ ബർത്ത്ഡേയോ? അപ്പൊ സുധീഷ് പറയണ, അതേടാ നാളെ നിധിയുടെ ബർത്ത്ഡേയാ. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്താ ഇതെല്ലാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, സുധീഷ് ഏട്ടൻ എങ്ങനെ അറിഞ്ഞു? അപ്പൊ സുധീഷ് പറയണ, എന്താടാ അവൾ എന്റെ ഭാര്യയല്ലേ, ഞാൻ അറിയാതിരിക്കോ? നികേഷ് പറയുകയാണ്, പിറന്നാളാണെന്ന് ഏട്ടത്തി എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, അതെ അവൾ വന്ന് എന്റെ പിറന്നാളാണെന്ന് പറയും. അവൾക്ക് സർപ്രൈസ് ആയിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. 12 മണിയാകാൻ ഇനി കുറച്ച് സമയമുള്ളൂ. എല്ലാവരും എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകും. സുഭാഷ് പറയണ, ശരിയടാ 12 മണിക്ക് തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ സമയം കളയാതെ എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകും. ശരിയടാന്ന് പറഞ്ഞ സുഭാഷ് എഴുന്നേറ്റ് പായൊക്കെ മടക്കി വെക്കാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ അതൊക്കെ പിന്നെ മടക്കി വെക്കാം, എഴുന്നേറ്റ് പോ. അങ്ങനെ സുഭാഷിനെയും നികേഷിനെയും അവിടെ നിന്ന് പറഞ്ഞുവിട്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഹരീഷിനെയും പിടിച്ചു വലിച്ച് അവരുടെ പിന്നാലെ വിടുകയാണ് സുധീഷ്. ശേഷം പായും തലോണയെല്ലാം മടക്കി വെക്കുകയാണ് സുധീഷ്. തുടർന്ന് എല്ലാവരും അവിടേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എങ്ങനെയുണ്ട്? അപ്പൊ നികേഷ് പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ് ഏട്ടാ. ഹരീഷ് ചോദിക്കുന്നു, 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിന് ഇപ്പോഴേ എന്തിനാ വിളിച്ചത്? 11:55 വിളിച്ചാ പോരായിരുന്നോ? അപ്പൊ സുധീഷ് പറയുന്നു, നീ ഇപ്പൊ ഉറങ്ങിയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ കാണാൻ നിക്ക്. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ഞാൻ പോയി ഏട്ടത്തെ വിളിക്കട്ടെ? അപ്പൊ സുധീഷ് പറയുന്നു, വേണ്ട വേണ്ട ഞാനല്ലേ പോയി വിളിക്കണ്ടേ, നീ പോയി വിളിച്ചാൽ ഇതെല്ലാം ചെയ്തത് നീയാണെന്ന് വിചാരിക്കില്ലേ അവള്? 11:55 ആവട്ടെ, ഞാൻ പോയി കറക്റ്റ് ആയിട്ട് വിളിച്ചോളാം. താഴെ ഇരിക്കുന്ന ചെറിയ കേക്ക് കണ്ട് നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്തിനാ 2 കേക്ക്? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അത് നമുക്ക് എല്ലാവർക്കും, ഇത് നിധിക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ. എങ്ങനെയുണ്ട്? ഹരീഷ് പറയുകയാണ്, സ്പെഷ്യൽ കേക്കില് ഒരു ഡിയർ എക്സ്ട്രാ. അപ്പൊ നികേഷ് പറയുന്നു, എന്നാ പിന്നെ മൈ ഡിയർ എന്ന് ചേർക്കാമായിരുന്നു. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അതിനുള്ള ധൈര്യം കിട്ടാത്തത് കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു അല്ലേ? ഇത് കേട്ടൊന്ന് പതറി സുധീഷ് പറയുകയാണ്, ഞാൻ സിംബോളിക്കായി ഈ കേക്കിലൂടെ പ്രണയം തുറന്നു പറയുക, അവക്കത് മനസ്സിലാകും. ഇത് കേട്ട് അവർ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ്. ഹരീഷ് പറയുന്നു, സമയാകുന്നു, പെട്ടെന്ന് ഏട്ടത്തെ വിളിക്ക്, എന്നിട്ട് കിടന്ന് ഉറങ്ങേണ്ടതാ. സുഭാഷ് പറയണ, സമയാകുന്നടാ, നിധിയെ പോയി വിളിക്ക്. ശരി സുഭാഷ് ഏട്ടാ ഞാൻ പോയി വിളിക്കാന്ന് പറഞ്ഞ സുധീഷ് പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുന്നു, വേണ്ട ഞാൻ പോയി വിളിക്കാം. ഈ സമയത്ത് നീ ചെന്ന് വിളിച്ചാൽ എന്തെങ്കിലും പ്രശ്നമായാലോ? അപ്പൊ സുധീഷ് പറയണ, അത് വേണ്ട സുഭാഷ് ഏട്ടാ ഞാൻ പോയി വിളിക്കാം, ബർത്ത്ഡേക്കല്ലേ വിളിക്കുന്നത്. ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ്
നികേഷ് നിധിയുടെ റൂമിന്റെ വാതിലിൽ തട്ടുകയാണ്. നിധി വാതിൽ തുറക്ക്, നിധി ഒന്ന് വാതിൽ തുറന്നേ. ഉറക്കമുണർന്ന നിധി എന്താ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞ് ലൈറ്റിട്ട് വാതിൽ തുറന്ന് എന്താ സുധീഷ് എന്ന് ചോദിക്കുകയാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ബൊക്കെ എടുത്ത് നീട്ടിക്കൊണ്ട് സുധീഷ് പറയുകയാണ് ഹാപ്പി ബർത്ത്ഡേ. നിധി വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി താങ്ക് യു എന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ നിന്നും ആ ബൊക്ക വാങ്ങുകയാണ്. സുധീഷ് എങ്ങനെ ഇറങ്ങിയെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അതൊക്കെ അറിഞ്ഞു, നിധി വാ. എല്ലാവരും സന്തോഷത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ പുഞ്ചിരിച്ച് ചുറ്റും നോക്കി കേക്കിന്റെ അരികിലേക്ക് വരികയാണ് നിധി വളരെ സന്തോഷത്തോടുകൂടി കേക്കിലേക്ക് നോക്കുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് നിധിക്ക് കൈ കൊടുക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും. കേക്കൊക്കെ വാങ്ങിയെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ അതെ നിധിക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാ. നിധി ചോദിക്കുന്നു ഇതെന്താ 2 കേക്ക്? അപ്പൊ സുധീഷ് പറയണ ഈ വലിയ കേക്ക് എല്ലാവർക്കും, ഈ ചെറിയ കേക്ക് നിധിക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാ. ഇത് മൊത്തം നിധി കഴിക്കണം. നിധി ചോദിക്കണ സുധീഷ് ഞാൻ അങ്ങനെ ഇത്രയും കഴിക്കുക? അപ്പൊ സുധീഷ് പറയണ അതൊക്കെ പറ്റും, ചെറിയ കേക്കല്ലേ. അപ്പൊ നികേഷ് പറയണ സുധീഷേടാ സമയായി. ഏത് കേട്ട് നികേഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ നിധി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ കത്തിയെടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുധീഷ്. സന്തോഷത്തോടു കൂടി അത് വാങ്ങി നിധി കേക്ക് കട്ട് ചെയ്യുകയാണ്. നികേഷും ഹരീഷും പാർട്ടി പോപ്പ് പൊട്ടിക്കുന്നു. ഒരു പീസ് കേക്ക് എടുത്ത് നിധി സുധീഷിന്റെ അരികിലേക്ക് വരുമ്പോൾ സുധീഷ് സന്തോഷത്തോടു കൂടി വാ തുറക്കുകയാണ്. ദാ സുധീഷ് എന്ന് പറഞ്ഞ് നിധി ആ കേക്ക് സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അടുത്ത പീസ് കേക്ക് എടുത്ത് നിധി നികേഷിന്റെ അരികിലേക്ക് വരുമ്പോൾ നികേഷ് കൈ നീട്ടുകയാണ്. കൈ തട്ടി മാറ്റി നികേഷിന്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുകയാണ് നിധി. ഇത് കണ്ട് കണ്ണു തള്ളി പുഞ്ചിരിച്ച് നികേഷിനെ നോക്കുകയാണ് സുധീഷ്. സുഭാഷിന്റെയും ഹരീഷിന്റെയും കയ്യിലേക്ക് കേക്ക് എടുത്ത് കൊടുക്കുകയാണ് നിധി. കേക്ക് എടുത്ത് കഴിച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു ഇതൊക്കെ എപ്പോഴാ വാങ്ങിയേ? അപ്പൊ സുഭാഷ് പറയുന്നു ഇവൻ എപ്പോഴാ വാങ്ങിയെന്ന് ഞങ്ങള് പോലും അറിഞ്ഞില്ല മോളെ. സുധീഷ് എല്ലാ ഏർപ്പാടുകളും ചെയ്തത്. ഇപ്പം 11:30 ഞങ്ങളെ വിളിച്ചുണർത്തി മോളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞത്. എടാ എപ്പോഴാ നീ പോയി കേക്കൊക്കെ വാങ്ങിയത്? അപ്പൊ സുധീഷ് പറയുകയാണ് 11 മണിക്ക് പോയി വാങ്ങിയിട്ട് വന്ന് സുഭാഷ് ഏട്ടാ. ബേക്കറി അടയ്ക്കാൻ സമ്മതിച്ചില്ല, അവിടെ തന്നെ ഇരുന്ന് വാങ്ങിയിട്ട് വന്നതാ. കേക്ക് വെക്കാൻ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ലല്ലോ, അതുകൊണ്ടാ 11 മണിക്ക് വാങ്ങിയാൽ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യാലോ എന്ന് കരുതിയത്. ഇത് കേട്ട് നികേഷ് പറയുന്നു സൂപ്പർ സുധീഷ് ഏട്ടാ. ഈ സമയം അകത്തേക്ക് കയറി വന്ന ഭാസ്കരൻ ചോദിക്കുന്നു എന്താടാ ഇതല്ല, ഇന്നെന്താ കാർത്തിക ദീപമാണോ? ഓണവും ദീപാവലി ഒന്നും കഴിഞ്ഞില്ലല്ലോ, അതിനു മുമ്പേ കാർത്തിക ദീപം വന്നോ? അപ്പൊ നിധി പറയുന്നു ഇന്നെന്റെ ബർത്ത്ഡേയാ. ഭാസ്കരൻ ചോദിക്കുന്നു ഇന്ന് മോളുടെ പിറന്നാളാണോ? ഹാപ്പി ബർത്ത്ഡേ. മോക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച തലയാട്ടും പിറന്നാൾ ആശംസകളെന്ന് പറഞ്ഞ് ഭാസ്കരൻ ഉറക്കെ പാട്ട് പാടുകയാണ്. അരികിലേക്ക് വന്ന കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു പറയുന്നേക്ക് മതി പാട്ട്, പുറത്തേക്ക് പോകാം. അപ്പൊ സുഭാഷ് പറയണം വീടടാ അച്ഛൻ ഇവിടെ നിൽക്കട്ടെ. നിധി കേക്ക് എടുത്ത് നീട്ടുമ്പോൾ ഭാസ്കരൻ പറയണം മോൾ അത് അവിടെ വെച്ചോ, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് കഴിച്ചോളാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഭാസ്കരൻ ബാത്റൂമിലേക്ക് പോവുകയാണ്. സുധീഷിന്റെ നേരെ കേക്ക് നീട്ടിക്കൊണ്ട് നിധി ചോദിക്കുന്നു കഴിക്കുന്നു സുധീഷ്? അപ്പൊ സുധീഷ് പറയുന്നു ഇപ്പൊ വേണ്ട, ആ ചെറിയ കേക്കും കൂടി കട്ട് ചെയ്യാം. അപ്പൊ നിധി പറയണ അതിനെന്താ കട്ട് ചെയ്യാലോ. ഈ സമയം ഉറക്കം തൂങ്ങി അവിടേക്ക് വരുന്ന ഭാസ്കരൻ ആ ചെറിയ കേക്കിൽ ചവിട്ടുകയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു എന്താടാ ഇത് പിശു പിശാന്ന്? എല്ലാവരും ഞെട്ടി കേക്കിലേക്ക് നോക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ് എന്റെ ഹാർട്ടും ഡിയറും. ഭാസ്കരൻ ചോദിക്കുന്നു എന്താടാ ഇത് വഴിയിലെല്ലാം പിശുപിശാന്നിരിക്കുന്നത്? സുധീഷ് ചോദിക്കുന്നു വിവരമില്ലടോ, കേക്കിന്റെ മുകളിലാണോ ചവിട്ടുന്നേ? ഭാസ്കരൻ ചോദിക്കുന്നു നടക്കുന്ന വഴിയിൽ കേക്ക് കൊണ്ടുവയ്ക്കാൻ നിന്നോടാരാ പറഞ്ഞത്? പിശുപിശാന്നിരിക്കുന്നു, എങ്ങനെ നടക്കുക? വിഷമത്തോടുകൂടി സുധീഷ് പറയുകയാണ് എന്റെ കേക്ക് പോയി, ഞാൻ പോയി കാല് കഴുകട്ടെന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. സുഭാഷ് ഏട്ടാ ഇയാളെ ഞാൻ കൊല്ലുമെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ അത് വിടടാ, നല്ലൊരു ദിവസമായിട്ട് എന്തിനാ, നമ്മൾ എന്തായാലും ഒരു കേക്ക് കട്ട് ചെയ്തല്ലോ, നീ അത് വിട്. അപ്പൊ സുധീഷ് പറയണ അതല്ല സുഭാഷ് ഏട്ടാ, ഞാൻ ആ കേക്ക് ആഗ്രഹിച്ചു. ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടാ അത് വിട്, കേക്ക് എല്ലാം കട്ട് ചെയ്ത് എല്ലാവരും നല്ല മൂഡിലിരിക്കുകയല്ലേ, വെറുതെ വഴക്കിന് പോകണ്ട. അപ്പൊ സുധീഷ് പറയണ എന്നാലും ഞാൻ ആ കേക്ക് എത്ര ആഗ്രഹിച്ചു വാങ്ങിച്ചതാ. അപ്പൊ നിധി പറയണ സുധീഷേ അത് വിട്, നമ്മള് കേക്ക് കട്ട് ചെയ്തല്ലോ, ഈ കേക്ക് സൂപ്പർ ആയിരുന്നു. സുഭാഷ് പറയുന്നു എടാ ഹരീഷ് ആ കേക്ക് കൊണ്ട് പുറത്തു കളാം. ശരി സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് ഹരീഷ് ആ കേക്ക് എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. അത് വിട് സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് നികേഷ് സുധീഷിന്റെ കയ്യിലേക്ക് പിടിക്കുന്നു. വിഷമത്തോടുകൂടി നിൽക്കുന്ന സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഒരു പീസ് കേക്ക് എടുത്ത നിധി പറയുന്നു സുധീഷ് എനിക്ക് ഈ കേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഫ്ലേവറാ. ഇത് ഏത് ഫ്ലേവറാ? നികേഷ് ചോദിക്കുന്നു ഏട്ടത്തിയുടെ വീട്ടിലും ഇതേപോലെ കേക്ക് ഒക്കെ കട്ട് ചെയ്യാറുണ്ടോ? അപ്പൊ നിധി പറയുകയാണ് കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ട്, പക്ഷെ ഇങ്ങനെ രാത്രി 12 മണിക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. 12 മണിക്ക് ഫ്രണ്ട്സ് കുറച്ചുപേര് കോൾ ചെയ്ത് വിഷ് ചെയ്യാറുണ്ട്, ഇപ്പൊ നമ്പർ മാറ്റിയില്ലേ അതുകൊണ്ട് അവരും വിളിക്കില്ല. 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാ. സുധീഷ് താങ്ക്സ്, ഇത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. വീട് മുഴുവൻ ക്യാൻഡിൽ ബൊക്ക കറക്റ്റ് ആയിട്ട് 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതേയില്ല. താങ്ക് യു സോ മച്ച്. സന്തോഷത്തോടു കൂടി സുധീഷ് പറയുന്നു എല്ലാം നിധിക്ക് വേണ്ടിയാ. അപ്പൊ സുഭാഷ് പറയുന്നു എടാ ഈ കേക്ക് എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ലല്ലോ, എല്ലാവർക്കും ഓരോ പീസും കൂടി കട്ട് ചെയ്ത് തരാം, കഴിക്ക്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി കേക്ക് കട്ട് ചെയ്ത് കഴിക്കുകയാണ്. നിധി ചിരിച്ച് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരോടും സംസാരിക്കുന്നു. സുധീഷ് സ്നേഹത്തോടു കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സുധീഷ് പുറത്ത് നിൽക്കുകയാണ്. കുറച്ചിപ്പുറത്തായി ഇരിക്കുകയാണ് ഹരീഷും നികേഷും. ഭാസ്കരൻ നല്ല ഉറക്കത്തിൽ കിടക്കുന്നു. സുധീഷിന്റെ സംസാരം കേട്ട് ഉറക്കം ഉണർന്ന ഭാസ്കരൻ പറയുകയാണ് കുറച്ചങ്ങോട്ടേക്ക് മാറി എന്ന് സംസാരിക്കടാ, ആരാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടൂടെ? അപ്പൊ സുധീഷ് പറയുകയാണ്
പറയുകയാണ്, നിങ്ങൾക്ക് ഉറക്കാൻ പറ്റുന്നില്ലെങ്കിൽ അകത്ത് പോയി കിടന്നുറങ്ങും. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ഭാസ്കരൻ കണ്ണടച്ച് കിടക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് കാണുകയാണ് ഭാസ്കരന്റെ കാലിലെ കേക്കിന്റെ ക്രീമും ലവും ഒക്കെ. സുധീഷ് ഓർക്കുന്നു രാത്രി ആ ചെറിയ കേക്കിൽ ഭാസ്കരൻ ചവിട്ടിയത്. ഫോൺ കട്ട് ചെയ്ത് സുധീഷ് ഭാസ്കരന്റെ കാലിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. നികേഷും ഹരീഷും എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവരെ അരികിലേക്ക് വിളിച്ച് സുധീഷ് പറയുന്നു, അയാളുടെ കാല് കണ്ടോ? ഹരീഷ് ചോദിക്കുന്നു, സുധീഷിട്ട് ഇതെന്താ കാലില് ഹാർട്ടൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്? ഓ, ആ കേക്കിന്റെ മുകളിലൂടെ നടന്നു പോയപ്പോ പറ്റിയതായിരിക്കും, കഴുകാതെ വെച്ചിരിക്കുന്നു. അങ്ങനെ ഹരീഷും നികേഷും ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? ആ കേക്ക് കടയിൽ ഉണ്ടായിരുന്നത് വേറെ സ്റ്റേറ്റുകാരനായിരുന്നു. ഞാൻ പറയുന്നത് അവനും അറിയില്ല, അവൻ പറയുന്നത് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഒരു 30 മിനിറ്റ് പറഞ്ഞതിന് ശേഷം അവന് മനസ്സിലായത്. കഷ്ടപ്പെട്ട് അവനെ മനസ്സിലാക്കി കേക്കൊക്കെ ഉണ്ടാക്കിച്ചോണ്ട് വന്നപ്പോൾ ഇയാൾ ആ കേക്കിന്റെ മുകളിലൂടെ നടന്നു പോകുന്നു. ഇപ്പൊ എന്റെ ഹാർട്ട് ഇയാളുടെ കാലിൽ കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ നിധിക്ക് വേണ്ടി വാങ്ങിയ കേക്കല്ലേ, അതിലൂടെ നടന്നിരിക്കുന്നു ഇയാള്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഇയാളെ കൊല്ലുക വേണ്ടത്. അങ്ങനെ സുധീഷ് ഒരു കല്ല് എടുത്തു വരുമ്പോൾ സുധീഷിനെ തടയുകയാണ് ഹരീഷും നികേഷും. സുധീഷ് കല്ല് താഴെ കിടുമ്പോൾ ഹരീഷും നികേഷും ചിരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്താടാ എന്റെ വിഷമം നിങ്ങൾക്കൊക്കെ ചിരിയാണോ? അപ്പൊ നികേഷ് പറയാണ്, സുധീഷ് ഏട്ടന്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇയാളുടെ കാലിൽ ഹാർട്ട് കണ്ടപ്പോൾ ചിരി വരാതിരിക്കുന്നത് എങ്ങനാ? കേക്ക് ചവിട്ടി എല്ലാം നശിപ്പിച്ചിട്ട് സമാധാനമായിട്ട് ഉറങ്ങുന്ന കണ്ടില്ലേ ഇയാളെ ഞാൻ ഇന്നെന്ന് പറഞ്ഞ് സുധീഷ് ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഭാസ്കരന്റെ കാലിലേക്ക് ഒഴിക്കുകയാണ്. ഞെട്ടി ഉണർന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്തിനാണ് കാലി വെള്ളം ഒഴിച്ചത്? എഴുന്നേൽപ്പിക്കാനായിരുന്നെങ്കിൽ മുഖത്തേക്കല്ലായിരുന്നു ഒഴിക്കേണ്ടത്. സുധീഷ് പറയണ, ഞാൻ നിധിക്ക് വേണ്ടി വാങ്ങിയ കേക്കിന്റെ മുകളിലൂടെ നിങ്ങൾ നടന്നു പോയില്ലേ? അപ്പൊ ഭാസ്കരൻ പറയണ, നിന്നോട് ആരാണ്ടാ പറഞ്ഞത് വഴി നടക്കുന്നിടത്ത് കേക്ക് വെക്കാനായി? രാവിലെ ഓരോന്ന് വന്നോളൂ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇത് കണ്ട് സുധീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഹരീഷും നികേഷും ചിരിക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്